മക്ക സംയുക്ത കരാറിൽ ഒപ്പിട്ടത്രേ തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും. ഇതിനെ മുസ്ലിം നാറ്റോ എന്ന പേരിൽ ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നതിൻ്റെ ഒരു കാര്യമായാണ് കണക്കാക്കുന്നത്. നേരത്തെ 2023-24 സെപ്റ്റംബർ 7 പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ട കരാറിൻ്റെ തുടർച്ചയായിട്ടാണത്രേ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് മെക്ക ജോയിൻറ്റ് ഡിഫൻസ് പാക്ട് എന്ന പേരിലുള്ള ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലേത് രാജ്യത്തിനെ ആക്രമിച്ചാലും അത് എല്ലാവരെയും ആക്രമിച്ചതിന് തുല്യമായി കണക്കാക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പിൽ ഇതിന് വലിയ പ്രാധാന്യത്തോടെയാണ് ലോകമാധ്യമങ്ങൾ കവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമുസുമായി ബന്ധപ്പെട്ട ഡീലൊക്കെ വരാൻ പോകുന്നു. ഇറാനെ ആക്രമിച്ച ശേഷം ഇറാൻ തളരാതെ പിടിച്ചു നിൽക്കുന്നു. സംഗതി അമേരിക്കയ്ക്കും ഇസ്രയേലിനും പാളുന്നു. അമേരിക്കയോടും ഇസ്രയേലിൻ്റെയും സഖ്യകക്ഷികളോട് ചേരാൻ GCCയിലെ രാജ്യങ്ങൾ വൈമുഖ്യം കാണിക്കുന്നു. അവരുണ്ടായാൽ പോലും ഞങ്ങൾ സംരക്ഷിതരല്ല എന്ന ബോധമുണ്ടാവുന്നു. ഇത്തരം ആകെ ഒരു അസ്ഥിരതയുടെ ഘട്ടത്തിലാണ് പുതിയതായി ഈ പാക്റ്റ് രൂപം കൊണ്ടിരിക്കുന്നത്. ഈ പാക്റ്റ് രൂപം കൊള്ളുമ്പോൾ ഇത് ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന ചില സംഗതികളുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിൽ വരുന്ന ചില കാര്യങ്ങളുമുണ്ട്. പക്ഷേ ആമുഖമായി ഞാൻ പറയട്ടെ, ഈ സൗദി അറേബ്യയുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന 2 പേരും ഇന്ന് ലോകത്തെ നിലപാടുകളുടെ കാര്യത്തിൽ യാതൊരു നിലപാടും ഒരു ഉളുപ്പും ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് ഇരുവശത്തും നിൽക്കുന്നത്. ഒന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചൈനീസ് ആയുധങ്ങളും ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലൊരു മധ്യസ്ഥനും എന്നുള്ള നിലയിലേക്കൊക്കെ കിട്ടിയ ഒരു പ്രോമിനൻസ് ഉണ്ട്. ആ പ്രോമിനൻസിനപ്പുറത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും ബാധ്യതയിലുമാണ് പാകിസ്ഥാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന സൗദി അറേബ്യയുമായി ചേർന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനാവശ്യമുള്ള ധനസഹായം, പിന്നെ രാജാവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു കരുതൽ, പിന്തുണ, ഇതൊക്കെ ഒരു ഗുണകരമായ സംഗതിയായി മാറും എന്ന് പറയുന്നൊരു പ്രതീക്ഷയാണ് പാകിസ്ഥാനുള്ളത്. അതിനപ്പുറത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉള്ളതായി സൗദി അറേബ്യ കണക്കാക്കേണ്ടതില്ല. ഇപ്പോൾ ഇറാൻ ഈ അക്രമങ്ങളെല്ലാം നടത്തിയിട്ടും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് പരസ്പരം പറഞ്ഞിട്ടും എന്തേ ചലിക്കാതിരുന്നത്? എന്തേ പാകിസ്ഥാൻ അനങ്ങാതിരുന്നത്? അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. അതാണ് ഒരാൾ. ഈ പറയുന്ന പാകിസ്ഥാന് തന്നെ ഇത്രയും പ്രോമിനൻസ് കിട്ടിയത് ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിലും മറ്റുമുണ്ടായ ചില വ്യതിയാനങ്ങൾ മൂലമാണെന്ന് വെച്ചാൽ, കൂടുതൽ ഇന്ത്യ അമേരിക്കൻ സഖ്യത്തോട് അടുക്കുകയും ഇസ്രയേലുമായി ചേരുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം വന്നപ്പോഴും ഈ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പല വിഷയങ്ങളിലുമൊക്കെയാണ് ഇത്തരമൊരു പ്രോമിനൻസ് വന്നിട്ടുള്ളത്. അതിനപ്പുറം പാകിസ്ഥാനിൻ്റെ പിന്തുണയെ സംബന്ധിച്ച് സൗദി അറേബ്യയ്ക്ക് നഷ്ടമല്ലാതെ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. സ്വന്തം നിലയിൽ അണുവായുധം ഉൽപ്പാദിപ്പിക്കാൻ അവസരവും അവകാശവും തരാം, പകരം എബ്രഹാം അക്കോർഡ് അംഗീകരിക്കണം എന്ന് പറഞ്ഞ ഈ അമേരിക്കയുടെ ഒരു ചൂണ്ടയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഒരു പാക്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉഡായിപ്പ് രീതിയിൽ തങ്ങൾക്കും അണുബോംബ് കിട്ടിക്കളയും എന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെ കിട്ടുമെന്നൊരു പ്രതീതിയുണ്ടാക്കി അതിലൂടെ സാമ്പത്തികം വല്ലാണ്ട് നേടാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു അഭ്യാസവുമാണ് ഇതിലൊരു വശത്ത്. രണ്ടാമത്തെ എർദോഗാൻ എന്ന് പറയുന്ന തുർക്കിയുടെ ആളിനെ കുടിച്ച വെള്ളത്തിൽ ഇന്ന് ലോക സമൂഹത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് പ്രവൃത്തിയും ഏത് സാഹചര്യത്തിലും എങ്ങോട്ട് നിന്ന് ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ആളിലൊരാളാണ് എർദോഗൻ. അതുകൊണ്ട് എർദോഗനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുമായി ചെങ്ങാത്തം കൂടുന്നത് ഒരു വാല്യുള്ള ആളാണ് ലോകത്തിന് മുന്നിലെന്ന് വരുത്തി അത് മറ്റുള്ളവരുമായി വിൽക്കാനായിരിക്കും ശ്രമിക്കുക. ചുരുക്കത്തിൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗദി അറേബ്യയുടെ സാമ്പത്തികവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ കണ്ട് ഒരു മേൽവിലാസം ഉണ്ടാക്കി അതൊക്കെ ഉപയോഗിക്കാൻ കൂടെ കൂടുന്നു എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. സൗദി അറേബ്യ സ്വന്തം നിലയിൽ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുകയും അതിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടുകളെ അത് നേരിടുകയും ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നതാണ് സൗദി അറേബ്യയ്ക്ക് ഏറ്റവും ഗുണകരമായ കാര്യം.
ഇത് രണ്ടും വെറും മേൽവിലാസങ്ങളും ഇന്ന് ആഗോളതലത്തിൽ എടുക്കാച്ചരക്കുമാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടുകെട്ട് നമ്മൾ കുറച്ചുകൂടി കരുതേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. അതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം.